ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഫ്ലൂയിഡ് മെഷീനറിയുടെ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ലെക്ചറിലേക്കാണ് പോണത്. ഇന്ന് ഇതാണ് അവസാനത്തെ വീഡിയോ ലെക്ചറാണ് ഫോർ സബ്ജക്റ്റ് കംപ്ലീഷൻ വൈസ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് ചിലപ്പോൾ റിവിഷൻസ് നടക്കാം. സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ ലാസ്റ്റ് വീഡിയോ ലെക്ചറാണ്, ബിക്കോസ് നമ്മളെ പോർഷൻ തീരാൻ പോവുകയാണ്. നമ്മൾ ആക്സിയൽ ഫ്ലോ കംപ്രസർ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ വർക്ക് ഡണ്ണും ഇക്വേഷനും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിലെ തിയറി പോർഷൻ റൂട്ട്സ് ബ്ലോവർ ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂട്ട്സ് ബ്ലോവർ, സ്ക്രൂ കംപ്രസർ, വെയിൻ കംപ്രസർ, അത് നിങ്ങൾ ചിത്രം വരച്ച് പഠിക്കുക. തിയറി ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആക്സിയൽ ഫ്ലോ കംപ്രസറിലെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഒന്ന് പേപ്പറിൽ നോട്ട് ചെയ്തിടുക. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ്. ഓക്കെ, ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന് പറഞ്ഞാൽ അറിയാം. ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സ്റ്റേജ് കംപ്രസറാണ് ദാറ്റ് ഇറ്റ് സെൽഫ്. കാരണം പല സ്റ്റേജസ് ഉണ്ട്, ഓരോ സ്റ്റേജസ് ആയിട്ടുള്ളതാണ്. ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്ററും ഒരു റോട്ടറും, പെയർ ഓഫ് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ, അല്ലെങ്കിൽ പെയർ ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടറിനെയാണ് എന്തെന്ന് പറയുക? സ്റ്റേജ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഒരു സ്റ്റേജിലുള്ള വർക്ക് ഇൻപുട്ട് കാണാനുള്ള അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സ്റ്റേജ് എന്ന് പറയുന്ന അതിൻ്റെ ഇക്വേഷനാണ് m×VW2 - VW1U. ഓക്കെ, ഇത് നോട്ട് ചെയ്തിടുക. ഇതിപ്പോൾ വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ് ആണ്. നമുക്ക് ടോട്ടൽ വർക്ക് ആണെങ്കിൽ ഇപ്പോൾ n നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടാവും അല്ലേ? n നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വർക്ക് ഇൻപുട്ട് കാണുകയാണെങ്കിൽ എന്താ ചെയ്യുക? ടോട്ടൽ വർക്ക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജിൻ്റെ കൂടെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വേഷൻ m×VW2 - VW1 × U × n. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കേണ്ട ഇത് വരികയാണെങ്കിൽ നമ്മൾ ഇതാണ്, ഈ ഒരു വെലോസിറ്റി ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെലോസിറ്റി ട്രയാങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ സ്റ്റേജ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാൻ, സ്റ്റേജ് വെലോസിറ്റി ട്രയാങ്കിൾ മാത്രം വരയ്ക്കാൻ പറയുമ്പോൾ അത് അതുപോലെ തന്നെ കാണിക്കണം. ഇവിടെ ആ സ്റ്റേറ്റർ പാർട്ട് കാണിക്കണം. ദെൻ ഇത് റോട്ടറാണ്. ദെൻ ഇത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും എന്തുണ്ടാവും? സ്റ്റേറ്റർ ഉണ്ടാവും. ക്ലിയർ? അത് കാണിക്കുക. ബട്ട് ഇതാണ് നമ്മളെ വെലോസിറ്റി ട്രയാങ്കിൾ. ഈ വെലോസിറ്റി ട്രയാങ്കിളിൽ വേറെ ഇന്നലെ പറയാത്ത കാര്യങ്ങളിലായിട്ടൊന്ന് പറയാനുള്ളത്, ഈ വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്സിയൽ ഫ്ലോ കംപ്രസറിൻ്റെ സിമെട്രിക്കലാണ്. ഓക്കെ, സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഈ ട്രയാങ്കിളും സിമെട്രിക്കൽ ആണ്. ഓക്കെ, അതൊരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഓർത്ത് വെക്കണം. ഇപ്പോൾ സിമെട്രി ആയതുകൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറയുന്ന, ഇവിടെയുള്ള ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഫൈന് ഈക്വൽ ആയിരിക്കും. ഈ ഫൈക്ക് ഈക്വൽ ആയിരിക്കണം, ഓർത്ത് വയ്ക്കുക. ആൽഫ ഈക്വൽ ടു ബീറ്റ അല്ല, ശ്രദ്ധിക്കണം. ആൽഫ എന്തിന് ഈക്വലാണ്? ഫൈക്ക് ഈക്വലാണ്. സോ ആൽഫ ഈക്വൽ ടു ഫൈ ആണ്. അതേപോലെ തീറ്റ ഈക്വൽ ടു എന്താണ്? ബീറ്റ ആണ്. തീറ്റ ഈക്വൽ ടു ബീറ്റ ആണ്, ഓർത്ത് വയ്ക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെയുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ബ്ലേഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. U1 = U2 = എന്താണ്? U ആണ്. അതേപോലെ ഫ്ലോ വെലോസിറ്റി ത്രൂ കംപ്രസർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അത് VF1 = VF2 = VF എന്ന് നമുക്ക് പറയാം. ക്ലിയർ? അതേപോലെ ഇന്നലെ തന്നെ നമ്മൾ നോക്കിയൊരു ഇക്വേഷനാണ്. ഇതിപ്പോൾ നമ്മൾ വർക്ക് ഇൻപുട്ട് എഴുതി അല്ലേ, അല്ലെങ്കിൽ വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ് എഴുതി. m×VW2 - VW1U എന്ന് പറഞ്ഞ് എഴുതി. ഇത് ഇമ്പല്ലർ വർക്ക് ഡൺ വെച്ചിട്ട് ചെയ്താണ്. അതിനെ അതേപോലെ തന്നെ നമ്മൾ അക്കോർഡിംഗ് ടു ദ വെലോസിറ്റി ട്രയാങ്കിൾ വെച്ചിട്ട് ആ ഇക്വേഷൻ എങ്ങനെ എഴുതി എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ആംഗിൾ നിങ്ങൾ എഴുതുമ്പോൾ വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എഴുതാം ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ VW1/VF1 എന്ന് എഴുതാം. അതൊരു ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ VW2/VF2 എന്ന് എഴുതാം. ബേസ്ഡ് ഓൺ ദാറ്റ് വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ MU ഇൻറ്റു ഇവിടെ VW2 പകരം നമ്മൾ VF2 ടാൻ ബീറ്റ എന്നാണ് എഴുതുക. അത് VW1 പകരം VF1 ടാൻ ആൽഫ എന്ന് എഴുതുക. ഇപ്പോൾ VF1 = VF2 = VF ആണ്. സോ VF വരും, VF കോമൺ ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ VF നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഫൈനൽ ഇക്വേഷൻ ഇത് ഇന്നലെ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി പറയുന്നു. MU/VF × ടാൻ ബീറ്റ - ടാൻ ആൽഫ. ക്ലിയർ? ഓക്കെ, വർക്ക് പെർ സ്റ്റേജ്. ഓക്കെ, ദെൻ അതേപോലെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ഇക്വേഷനാണ്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ R എന്നാണ് കൊടുക്കുക. VF/2U × ടാൻ തീറ്റ + ടാൻ ഫൈ. ഓർത്ത് വയ്ക്കണം. VF എന്ന് പറഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി /2U × ടാൻ തീറ്റ + ടാൻ ഫൈ.
യൂഷ്വലി നമ്മൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 50% ആണ്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% എന്നാണ് പറയുക. ഇനി അതായത് 1/2 എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ ഡിഗ്രി ഓഫ് റിയാക്ഷൻ നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യേണ്ടി വരും? 50% ആയിട്ട് അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% ആണെങ്കിൽ, സപ്പോസ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് യു കാണാനുള്ളൊരു റിലേഷൻ എഴുതി ഉണ്ടാക്കുക. അതാണിത്. യു ഈക്വൽ ടു എന്താണ്? ഇവിടെ 1/2 എന്ന് കൊടുക്കുമ്പോൾ 2u ഇങ്ങോട്ട് പോവില്ലേ? പോകുമ്പോൾ 2 ഗെറ്റ്സ് ക്യാൻസൽഡ്. അപ്പോൾ യു ആവും. യു ഈക്വൽ ടു എന്താണ്? VF ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ എന്ന് എഴുതാം. ക്ലിയർ? അതേപോലെ ഫ്ലോ കോയിഫിഷ്യൻ്റ് ഇതിൽ നമ്മൾ പറഞ്ഞാണ് 5f ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു VF/u എന്നാണ്. നമുക്ക് ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ട് നമുക്കിതെങ്ങനെ എഴുതാമെന്നാണ്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% തന്നിട്ടുണ്ടെങ്കിൽ 5f എന്ന് പറയുന്നത് ഫ്ലോ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1/tan θ പ്ലസ് ടാൻ ഫൈ എന്ന് എഴുതാമെന്നാണ് പറയുന്നത്. അതൊന്നുമില്ല, നമ്മളിവിടെ ഈ ഡിഗ്രി ഓഫ് റിയാക്ഷൻ 1/2 ആണെങ്കിൽ നമുക്കിവിടെ യുടെ വാല്യൂ കിട്ടി. യുടെ വാല്യൂ എന്താണ്? VF ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ എന്ന് കിട്ടി. ഈ ഫ്ലോ കോയിഫിഷ്യൻറ്റിൽ യുവിന് പകരം നമ്മൾ എന്താണ്? VF ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ എന്ന് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ എന്താ വരിക? VF ഗെറ്റ് ക്യാൻസൽ. ദ റിമൈനിങ് എന്താണ്? 1/tan θ പ്ലസ് ടാൻ ഫൈ. ക്ലിയർ? മനസ്സിലായില്ലേ? അതായത് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, ആംഗിൾസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഫ്ലോ കോയിഫിഷ്യൻറ്റ് കാണാൻ, ഡിഗ്രി ഓഫ് റിയാക്ഷൻ 1/2 എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ കോയിഫിഷ്യൻറ്റ് കാണാനുള്ള ഒരു റിലേഷനാണ്. ക്ലിയർ? അതേപോലെയാണ് വർക്ക് ഫാക്ടർ. നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ CP ഇൻറ്റു T2 മൈനസ് T1, അതായത് വർക്ക് ഇൻപുട്ട് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട് ബൈ നമ്മളിവിടെയുള്ള വർക്ക് ഇൻപുട്ട് ടോട്ടൽ വർക്ക് ഇൻപുട്ടിൻ്റെ കംപ്രസർ, അത് U ഇൻറ്റു VW2 മൈനസ് VW1 ഇൻറ്റു N ഫോർ നമ്പർ ഓഫ് സ്റ്റേജസ്, എത്ര സ്റ്റേജസ് ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ എല്ലാ ഇക്വേഷനും ഒന്ന് നിങ്ങളൊരു പേപ്പറിൽ നോട്ട് ചെയ്തിടണം. ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ആണ്. പ്രോബ്ലം ഞാൻ വായിക്കാം. ആൻ ആക്സിയൽ ഫ്ലോ കംപ്രസർ draws in air at 20 degrees Celsius and delivers it at 50 degrees Celsius. Assuming 50% degree of reaction, calculate the velocity of flow and number of stages. If blade velocity is 100 meter per second, work factor 0.85. Assume the blades are symmetrical and air inlet and exit angle alpha equal to 10 degree, beta equal to 40 degree. Axial flow compressor എയറിനെ ഇൻടേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. ഡെലിവർ ചെയ്യുന്ന ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. ആക്സിയൽ ഫ്ലോ കംപ്രസറാണ്. സ്റ്റേജസ് എത്ര ഉണ്ട് എന്നറിയില്ല. അപ്പോൾ ഇൻടേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? T1 എന്ന് എടുക്കാം. ഡെലിവർ ചെയ്യുന്ന ടെമ്പറേച്ചർ ഏറ്റവും അവസാനം എത്ര സ്റ്റേജ് ഉണ്ട് അത്രയും സ്റ്റേജ് കഴിഞ്ഞിട്ട് ഡെലിവർ ചെയ്യുന്നതിനെ നമുക്കിപ്പോൾ തൽക്കാലം T2 എന്ന് എടുക്കാം. ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് R ഈക്വൽ ടു 1/2 എന്ന് എടുക്കുക. കാൽക്കുലേറ്റ് വെലോസിറ്റി ഓഫ് ഫ്ലോ, VF ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റേജസ് കാണണം, N കാണണം. ബ്ലേഡ് വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ്. ബ്ലേഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? U 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വർക്ക് ഫാക്ടർ 0.85, ദാറ്റ് ഈസ് 5W 0.85. അസ്യൂം ബ്ലേഡ്സ് ആർ സിമെട്രിക്കൽ. ബ്ലേഡ് സിമെട്രിക്കൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് സിമെട്രിക്കൽ ആകുന്നതാണ് ആംഗിൾസ് സെയിം ആണ്. ക്ലിയർ? അതായത് ആൽഫ ഈക്വൽ ടു നമ്മളിവിടെ പറഞ്ഞ കാര്യം, ആൽഫ ഈക്വൽ ടു 5ഉം തീറ്റ ഈക്വൽ ടു ബീറ്റയും. ക്ലിയർ? ദെൻ എയർ ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ആംഗിൾ, അതായത് എയർ ആംഗിൾ എന്നാണ് പറയുക. എയർ ആംഗിൾ എന്ന് പറയും. എയർ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ എയർ ആംഗിൾ എന്ന് പറയും. കൺഫ്യൂഷൻ ആവരുത്. എയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട് വെലോസിറ്റി മേക്ക് ചെയ്യണ ആംഗിൾ ആണ് കേട്ടോ. അതായത് V1 മേക്ക് ചെയ്യണ ആംഗിളും V2 മേക്ക് ചെയ്യണ ആംഗിളാണ്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ക്ലിയർ അല്ലേ? എല്ലാവരും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഗിവൺ ഡാറ്റയ്ക്ക് പോവാം. ഗിവൺ ഡാറ്റ അതുപോലെ എയർ ഇൻടേക്ക് ചെയ്യണത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് T1 എന്ന് കൊടുത്തു. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 293 കെൽവിൻ. എയർ ഡെലിവർ ചെയ്യണത് എത്ര സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സപ്പോസ് അവർ 3 സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെലിവർ ചെയ്യുന്ന ടെമ്പറേച്ചറിന് T3 എന്ന് കൊടുക്കാം. എത്ര സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞില്ല, സ്റ്റേജസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഡെലിവറി ടെമ്പറേച്ചറിന് T2 എന്ന് എടുക്കുന്നു. T2 ഈക്വൽ ടു 50 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 323 കെൽവിൻ.
ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 0.5 എന്ന് നമുക്ക് എഴുതാം. ബ്ലേഡ് വെലോസിറ്റി ദാറ്റ് ഈസ് u 100 m/s തന്നിട്ടുണ്ട്. വർക്ക് ഫാക്ടർ 0.85 എന്ന് തന്നിട്ടുണ്ട്. ആൽഫ 10 ഡിഗ്രിയും തന്നിട്ടുണ്ട്, ബീറ്റ 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. എയർ ആംഗിൾ ആണ്. ബ്ലേഡ്സ് ആർ സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്കറിയാം, ആൽഫ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ആൽഫ ഇവിടെ 10 ഡിഗ്രി തന്നിട്ടുണ്ട്, അപ്പോൾ 5 ഈക്വൽ ടു എന്തായി 10 ഡിഗ്രി ആയി. തീറ്റ ഈക്വൽ ടു ബീറ്റയാണ്. ബീറ്റ നമുക്കിവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു എന്തായി 40 ഡിഗ്രി ആയി. ഇതാണ് ഗിവൺ ഡാറ്റ. ഇനി എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇനി സൊല്യൂഷനിലേക്ക് പോവുകയാണ്. കാണാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെയാണ് ഫ്ലോ വെലോസിറ്റി VF കാണാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റേജസ് N കാണാൻ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ട്രയാങ്കിൾ ഇതാണ് അല്ലേ? വെലോസിറ്റി ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരച്ചിടുക, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് ഫ്ലോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ കാണാം? ഇപ്പോൾ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് ആംഗിൾ വെച്ചിട്ടൊക്കെ കാണാൻ കഴിയണമെങ്കിൽ തന്നെ VW1 VW2 ഒക്കെ അറിയണം. അതൊന്നും തന്നിട്ടില്ല. ബട്ട് ഇവിടെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ നമുക്ക് റിലേഷൻ അറിയാം. R ഈക്വൽ ടു എന്താണ് VF/2U × tan θ + tan φ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ അറിയാം അല്ലേ? ഇതിപ്പോൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് തീറ്റയും ഫൈയും നമുക്കറിയാം, ബിക്കോസ് ഇവിടെ ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ആംഗിൾസ് നമുക്ക് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ദേ ഹാവ് ഗിവൺ തീറ്റ നോൺ ആണ്, ഫൈ നോൺ ആണ്, യു നോൺ ആണ്. ഓൺലി അൺനോൺ തിങ് ഈസ് VF. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ VF ഈക്വൽ ടു R × 2U tan θ + tan φ. ഇതിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? VFൻ്റെ വെലോസിറ്റി ഓഫ് ഫ്ലോൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 98.62 m/s കിട്ടി. ക്ലിയർ അല്ലേ? ഈ വാല്യൂ കിട്ടി. അത് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്, N. നമ്പർ ഓഫ് സ്റ്റേജസ് N ആണ്. അപ്പോൾ അതെങ്ങനെ കാണുമെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഗിവൺ ഡാറ്റ നോക്കുമ്പോൾ നമ്മൾ വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയത്? വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? CP × T2 - T1/U × VW2 - VW1 × N എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. അതിൽ ഈ വർക്ക് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് N ഉണ്ട്. ഈ N ആണ് എന്ത് നമുക്ക് കാണേണ്ടത്? അൺനോൺ ആയിട്ടുള്ളത്, അൺനോൺ അല്ല, ടു ഫൈൻഡ് അല്ലേ? നമ്പർ ഓഫ് സ്റ്റേജസ് ആയിട്ട് കാണും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിവിടെ ഈ CP × T2 - T1 അറിയണം, U × VW2 - VW1 ഒക്കെ അറിയണം. അപ്പോൾ N എന്ന് പറഞ്ഞ റിലേഷൻ N ഈക്വൽ ടു CP × T2 - T1/U × VW2 - VW1 × 5W എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് VW2 അറിയണം, T2 CP അണ്ടർസ്റ്റുഡ് ആണ്. ഡിഫോൾട്ടായിട്ട് നമുക്ക് അറിയണം എത്രയാണ്? 1005 J/kg. ഓക്കെ, ജൂളിൽ എഴുതണമുണ്ട് 1005 എയറിൻ്റെ, അത് നമുക്ക് ഡിഫോൾട്ടായിട്ട് അറിയേണ്ട കാര്യമാണ്. T2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എത്രയാണ് നമ്മൾ എഴുതിയത്? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 323 കെൽവിൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ T1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, U ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 5W തന്നിട്ടുണ്ട്. ഓൺലി അൺനോൺ ഫാക്ടർ ഈസ് VW2 VW1 ആണ്. VW2 VW1 എങ്ങനെ കാണും? ഫ്രം വെലോസിറ്റി ട്രയാങ്കിൾ അല്ലേ? വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ എഴുതാം? VW1 കാണണമെങ്കിൽ എങ്ങനെ എഴുതാം? ടാൻ ആൽഫ എടുക്കാണ്. ടാൻ ആൽഫ എടുക്കുമ്പോൾ എന്താണ്? VW1 VF1 എന്ന് എഴുതാം അല്ലേ? ടാൻ ആൽഫ എടുക്കുമ്പോൾ എന്താണ്? VW1 VF എന്ന് എഴുതാം. അതേപോലെ ടാൻ ബീറ്റ എടുക്കുമ്പോൾ എന്താണ്? വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് VW2 VF2 എന്ന് എഴുതാം. VW2 VF2 എന്ന് എഴുതാം. ഇവിടെ വെലോസിറ്റി ഓഫ് ഫ്ലോ കോൺസ്റ്റന്റ് അല്ലേ? VF1 = VF2 = VF ആണ് ഇൻ കേസ് ഓഫ് ആക്സിയൽ ഫ്ലോ കംപ്രസർ. സോ VW1/VF എന്ന് എഴുതാം, ഇവിടെ VW2/VF എന്ന് എഴുതാം. സോ ഇൻ ദിസ് റിലേഷൻ VW1 = VF × tan ആൽഫ, അതുപോലെ VW2 = VF × tan ബീറ്റ. ഇതിൽ VFൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആൽഫയുടെ വാല്യൂ നമുക്കറിയാം, അതേപോലെ ബീറ്റയുടെ വാല്യൂ അറിയാം. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VW1 വാല്യൂ കിട്ടി 17.389 m/s. അതുപോലെ VW2 വാല്യൂ കിട്ടി 82.75 m/s. ഓക്കെ, ആ വാല്യൂ നമ്മൾ എന്താണ് ഇവിടുത്തെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എല്ലാ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് വാല്യൂ കിട്ടി? N = 5.43 എന്ന് കിട്ടി. അപ്പോൾ 5.43 ഉണ്ടാവില്ല, ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ലാർജർ വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എടുക്കുക. ഇപ്പോൾ 43 ആയതുകൊണ്ട് ഞാൻ എന്താണ് 5 എന്ന് എടുത്തു. ഓക്കെ, ഇതിപ്പോൾ 6 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ട? 5 സ്റ്റേജസ് ആണ് ഉള്ളത്. ഓക്കെ, 5.43 5 സ്റ്റേജസ് ആണ് ഇതിൽ ഈ ആക്സിയൽ ഫ്ലോ കംപ്രസറിലുള്ളത്. ക്ലിയർ? ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ നോക്കുക. ഗിവൺ ഡാറ്റ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താണ് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത്. അത് വെച്ചിട്ട് സോൾവ് ചെയ്യുക. ക്ലിയർ? ഇതൊരു പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം.
ഇതിൽ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 1005 ജൂളിലാണ് ഇവിടെ എഴുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഇവിടെ കിലോ ജൂളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ 0.543 സംതിങ് അങ്ങനെ പറഞ്ഞിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, അതിവിടെ ജൂളിൽ ചെയ്യാത്തത് കൊണ്ടാണ്. ഇവിടെ ജൂളിൽ ചെയ്തുകൊണ്ട് നമുക്ക് 5.43 എന്ന് കിട്ടിയത്. ക്ലിയർ? യൂഷ്വലി നമ്മൾ കിലോ ജൂളിലാണല്ലോ ചെയ്യാറ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം ആണ് an axial flow compressor having 8 stages with 50 degree of reaction. It compresses air with a pressure ratio of 4. Inlet conditions of air are 20 degrees Celsius and 1 bar. Air flows through the compressor with a constant velocity of 90 meter per second. Mean speed of rotor blade is 180 meter per second. Isentropic efficiency of the compressor 82%. Calculate work done by the machine per kg of air, blade angles. Okay, ക്വസ്റ്റ്യൻ എല്ലാവരും നല്ലപോലെ വായിക്കുക. ആക്സിയൽ ഫ്ലോ കംപ്രസർ ആണ്. അതിന് 8 സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്റ്റേജസ് തന്നിട്ടുണ്ട്. അതായത് N8 ആണെന്ന് തന്നിട്ടുണ്ട്. 8 സ്റ്റേജ് 8 എന്ന് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കംപ്രസർ, ആക്സിയൽ ഫ്ലോ കംപ്രസർ എയറിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. പ്രഷർ റേഷ്യോ എത്രയാണ്? 4. പ്രഷർ റേഷ്യോ 4 എന്ന് പറഞ്ഞ് കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 സ്റ്റേജസ് അല്ലേ ഉള്ളത് അല്ലേ? അപ്പോൾ അവസാനത്തെ സ്റ്റേജ് 8 ആണ്. അപ്പോൾ എന്താണ്? P8 വരെയുണ്ട്, പ്രഷർ 8 വരെയുണ്ട്. അപ്പോൾ പ്രഷർ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? P8/P1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇൻലെറ്റ് കണ്ടീഷൻ ഓഫ് എയർ ആർ 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ബാർ. ഇൻലെറ്റ് കണ്ടീഷൻ എയർ അത് T1 തന്നിട്ടുണ്ട്, 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. P1 തന്നിട്ടുണ്ട്, എത്രയാണ്? 1 ബാർ എന്ന് തന്നിട്ടുണ്ട്. എയർ ഫ്ലോസ് ത്രൂ ദ കംപ്രസർ വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 90 മീറ്റർ പെർ സെക്കൻഡ്. കംപ്രസറിൽ എയർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് VF ആണ്, വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് തന്നിരിക്കുന്നത്. VF എത്രയാണ് തന്നിരിക്കുന്നത്? 90 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ മീൻ സ്പീഡ് ഓഫ് റോട്ടർ ബ്ലേഡ്. റോട്ടർ ബ്ലേഡിന്റെ മീൻ സ്പീഡ് അതായത് എന്താണ്? ബ്ലേഡിന്റെ സ്പീഡാണ്, ബ്ലേഡ് വെലോസിറ്റി ആണ്. U ആണ് തന്നിരിക്കുന്നത്. U എത്രയാണ്? 180 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ എത്രയാണ് തന്നിരിക്കുന്നത്? 82% തന്നിട്ടുണ്ട്. ഐസെൻട്രോപിക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വർക്ക് ഡൺ ബൈ ദ മെഷീൻ പെർ kg ഓഫ് എയർ. വർക്ക് ഡൺ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വർക്ക് ഇൻപുട്ട് പെർ kg ഓഫ് എയർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ബ്ലേഡ് ആംഗിളും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ കാണാമെന്നുള്ളതാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗിവൺ ഡാറ്റ എഴുതാം. ആസ് പെർ ദ ക്വസ്റ്റ്യൻ വി ക്യാൻ റൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് ദേ ഹാവ് ഗിവൺ 8 ആണ്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ 50% തന്നിട്ടുണ്ട്. പ്രഷർ റേഷ്യോ തന്നിട്ടുണ്ട്. 8 സ്റ്റേജസ് ആണ്. സോ ഡെലിവറിയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ 8ാമത്തെ സ്റ്റേജിൽ P8 ആണ് ഉണ്ടാവുക. ഇൻലെറ്റ് P1 ആണ്. അപ്പോൾ P8/P1 ആണ് എത്ര തന്നിരിക്കുന്നത്? 4 എന്ന് തന്നിരിക്കുന്നത്. ഇൻലെറ്റ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. T1 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് വി ക്യാൻ റൈറ്റ് 293 കെൽവിൻ. P1 പ്രഷർ അറ്റ് ഇൻലെറ്റ് 1 ബാർ ആണ്. ദാറ്റ് ഈസ് 1 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വെലോസിറ്റി ഓഫ് ഫ്ലോ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് VF ആണ്. ഫ്ലോ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ എയർ ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 90 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. റോട്ടർ ബ്ലേഡ് സ്പീഡ് ഈസ് 180 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് നത്തിങ്. U ആണ് 180 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഐസെൻട്രോപിക് എഫിഷ്യൻസി എത്രയാണ്? 0.82%. ദാറ്റ് വി ക്യാൻ റൈറ്റ് 0.82 എന്ന് തന്നിട്ടുണ്ട്. ദെൻ കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വർക്ക് പെർ kg ഓഫ് എയർ ആണ് അല്ലേ? വർക്ക് ഇൻപുട്ട് പെർ kg ഓഫ് എയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ബ്ലേഡ് ആംഗിൾസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ബ്ലേഡ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ തീറ്റയും ഫൈയും, അതായത് VR1 VR2 മേക്ക് ചെയ്യണ ആംഗിൾസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് പോകാം. സൊല്യൂഷൻ ആദ്യം നമുക്ക് എന്താ കാണേണ്ടത്? വർക്ക് അല്ലേ കാണേണ്ടത്? വർക്ക് ഇൻപുട്ട് പെർ kg ഓഫ് എയർ അല്ലേ? നമുക്കറിയാം വർക്ക് ഇൻപുട്ട് ബൈ ദ കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്താണ്? MCP ΔT എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. ഇവിടെ ടെമ്പറേച്ചർ തന്നുകൊണ്ടാണ്. MCP ΔT എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട് അല്ലേ? MCP ΔT എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ? ഇവിടെ എന്താണ്? 8 സ്റ്റേജസ് അല്ലേ? നമ്മൾ എന്താ യൂഷ്വലി ചെയ്തത്? MCP T2 - T1 എന്ന് എഴുതത്. ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ എന്താണ്? 8 ആണ്. 8 സ്റ്റേജാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു T8 - T1 എഴുതുന്നു അല്ലേ? ഇത് വർക്ക് ഇൻപുട്ട് ബൈ ദ കംപ്രസർ ആണ്. ക്ലിയർ? നമുക്ക് വേണ്ടതാണ് വർക്ക് ഇൻപുട്ട് പെർ kg ഓഫ് എയർ ആണ് വേണ്ടത്. പെർ kg എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് 1 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായി? CP × T8 - T1 ആയി. ക്ലിയർ അല്ലേ? CP × T8 - T1 ആയി. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ T1 അറിയാം, T8 അറിയോ? T8 അറിയില്ല. അപ്പോൾ T8 എനിക്ക് കണ്ടുപിടിക്കണ്ടേ അല്ലേ? ടെമ്പറേച്ചർ അറ്റ് ലാസ്റ്റ് ഡെലിവറി ടെമ്പറേച്ചർ എനിക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഗിവൺ ഡാറ്റയിൽ എന്ത് തന്നിട്ടുണ്ട്? ഐസെൻട്രോപിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് അല്ലേ? ഐസെൻട്രോപിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് റിലേഷൻ? ഐസെൻട്രോപിക് എഫിഷ്യൻസി നമ്മൾ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നു? T2- - T1/T2/T1 എന്നാണ് എഴുതിയത്.
അത് ഒരു സ്റ്റേജ് അല്ലേ, റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൽ ഒരു സ്റ്റേജിൽ എഴുതിയതാണ്. ഇതിപ്പോൾ ഇവിടെ 8 സ്റ്റേജസിലുള്ളത് അല്ലേ, 8 സ്റ്റേജസ് ഇല്ലേ. 8 സ്റ്റേജസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, T8 ഡാഷ് മൈനസ് T1 ബൈ T8 മൈനസ് T1 എഴുതാം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈ റിലേഷനിൽ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. T1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. T1 നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം. T1 അറിയാം. നമുക്കിതിൽ നിന്ന് എന്താണ് ഈ T8 മൈനസ് T1 എന്നല്ല വേണ്ടത്. ഈ വർക്ക് ഇൻപുട്ട് പെർ കെ ജി ഓഫ് എയർ കാണാനായിട്ട് T8 മൈനസ് T1 അല്ലേ, ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലേ ഈ T8 മൈനസ് T1 എന്നുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ ഈ T8 മൈനസ് T1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി അവൈലബിൾ ആണ്, T1 നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് T8 ഡാഷ് നമുക്ക് അറിയില്ല. ബട്ട് T8 ഡാഷ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി പറഞ്ഞിരിക്കണേ. അപ്പോൾ കംപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് അവിടെ നടക്കുന്നത്. നമുക്ക് TS ഡയഗ്രാം അറിയാം, ഐസെൻട്രോപ്പിക് കംപ്രഷൻ്റെ TS ഡയഗ്രാം അറിയാം. TS ഡയഗ്രത്തിൽ നമ്മൾ ഐസെൻട്രോപ്പിക് കംപ്രഷൻ വരയ്ക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ഉണ്ട്, 2 ലൈൻസ് വരയ്ക്കുകയാണ്, കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. ഫസ്റ്റ് വൺ P1 സെക്കൻഡ് വൺ P8 എന്ന് പറയുന്നത്. ഇതിൽ ഈ ലൈൻ, ഈ വെർട്ടിക്കൽ ലൈൻ ആണ് എന്ത്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ നടക്കുന്നത്. അതായത് 1 to 8 ഡാഷ്. ഈ 1, 8 എന്താണ്, ആക്ച്വൽ കംപ്രഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഈ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു റിലേഷൻ എഴുതാം. അക്കോർഡിംഗ് ടു ഐസെൻട്രോപ്പിക് കംപ്രഷൻ നമ്മൾ എന്ത് ചെയ്തും, T8 ഡാഷ് ബൈ T1 ഈക്വൽ ടു P8 ഡാഷ് ബൈ P1 എന്നാണ് എഴുതുന്നത്. ആ P8 ഡാഷ് നമുക്ക് എന്ത് ചെയ്താൽ, P8 എന്ന് എഴുതാം. കാരണം എന്താണ്, ഇതെന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്. അപ്പോൾ ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ 8 ഡാഷ് ഈക്വൽ ടു എന്താണ്, 8 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ T8 ഡാഷ് ബൈ T1 ഈക്വൽ ടു P8 ബൈ P1 ഹോൾ പവർ ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് എഴുതാം. എന്തുകൊണ്ട് എഴുതിയത്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട്. ഇതിൽ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്, എയറിന്റെ ഗാമ അറിയാം നമുക്ക് എന്താണ് 1.4 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഈ റിലേഷനിൽ അൺനോൺ ആയിട്ടുള്ള ഏതാന്ന് നോക്കുക. T1 നമുക്കറിയാം, P8 ബൈ P1 എന്താണ് പ്രഷർ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. P8 ബൈ P1 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലി അൺനോൺ തിങ് എന്ന് പറയുന്നത് എന്താണ്, T8 ഡാഷ് ആണ്. അപ്പോൾ ഈ ഐസെൻട്രോപ്പിക് കംപ്രഷൻ്റെ റിലേഷൻ, അഡിയാബാറ്റിക് പ്രോസസ് ഈ റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, T8 ഡാഷ് കിട്ടും. അങ്ങനെ T8 ഡാഷിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 435.39 കെൽവിൻ കിട്ടി. അപ്പോൾ ഈ T8 ഡാഷിൻ്റെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ഈ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയുടെ വാല്യൂ അറിയാം, T8 ഡാഷിൻ്റെ വാല്യൂ അറിഞ്ഞു, T1ൻ്റെ വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ എന്താണ്, T8 മൈനസ് T1ൻ്റെ വാല്യൂ എനിക്ക് കിട്ടില്ലേ അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി T8 മൈനസ് T1 ഈക്വൽ ടു എത്രയാണ്, 173.64 കെൽവിൻ എന്ന് കിട്ടി. ഈ വാല്യൂ ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഈ വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ വർക്ക് ഇൻപുട്ട് പെർ കെ ജി ഓഫ് എയറിൻ്റെ ഈ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T8 മൈനസ് T1 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് CP അല്ലേ, CP എന്താ എടുക്കുന്നത് ഇവിടെ, 1.005 കിലോ ജൂൾ പെർ കെ ജി കെൽവിൻ ആണ് കേട്ടോ. ഇവിടെ ഞാൻ കിലോ ജൂൾ എന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി അത് ജൂളിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ അത് ഓർത്ത് വെക്കണം. നമ്മൾ ഇവിടെ യൂണിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ CPയുടെ വാല്യൂ അറിയാം, ഈ T8 മൈനസ് T1ൻ്റെ വാല്യൂ അറിയാം, അതിട്ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോൾവ് ചെയ്തു. അപ്പോൾ വർക്ക് ഇൻപുട്ട് പെർ കെ ജി ഓഫ് എയർ എന്ന് പറയുന്നത് എത്ര കിട്ടി എനിക്ക്, 174.5082 കിലോ ജൂൾ പെർ കെ ജി കെൽവിൻ എഴുതി. ഇവിടെ കിലോ എന്ന് എഴുതാൻ കാരണം ഇവിടെ 1.00 CP കിലോ ജൂൾ പെർ കെ ജി കെൽവിനിൽ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കിലോ ജൂൾ പെർ കെ ജി എന്ന് എനിക്ക് എന്ത് കിട്ടി, വർക്ക് ഇൻപുട്ട് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്ലേഡ് ആംഗിൾ അല്ലേ. ബ്ലേഡ് ആംഗിൾ θ φ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ θ φ എങ്ങനെ കാണാം, ടു ഡിറ്റർമൈൻ θ ആൻഡ് φ നമുക്കൊരു റിലേഷൻ എഴുതാം. നമുക്ക് വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ എടുക്കുകയാണ്. വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ്, CP ഇൻറ്റു നമുക്ക് എഴുതാം ഇവിടെ T2 മൈനസ് T1 എന്ന് എഴുതിയത്. അത് ഈ പ്രോബ്ലം ആയതുകൊണ്ടാണ്, 8 സ്റ്റേജസ് ആയതുകൊണ്ടാണ് T8 മൈനസ് T1 ബൈ U ഇൻറ്റു VW2 മൈനസ് VW1 ഇൻറ്റു N എന്ന് എഴുതാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാൻ പോണ കാര്യം ഇതാണ്, ഈ വർക്ക് ഫാക്ടറിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണു, 1 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, 1 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. സോ ദെൻ ഈ VW2 VW1 എന്തിനാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞാൽ, ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ, ഈ VW2നെ നമുക്ക് എങ്ങനെ എഴുതാം, VF tan ബീറ്റ എന്ന് എഴുതാം. അതേപോലെ VW1നെ നമുക്ക് എങ്ങനെ എഴുതാം, VF tan ആൽഫ എന്ന് എഴുതാം. ഈ VW2ലും VW1ലും ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, CP ഇൻറ്റു T8 മൈനസ് T1 ഹോൾ ഡിവൈഡ് ബൈ U ഇൻറ്റു
ഇതിവിടെ രണ്ടിവിടെയും വി എഫ് കോമൺ ആയിട്ട് വരും, അത് പുറത്തെടുക്കും. ഇപ്പോൾ യു ഇൻറ്റു വി എഫ് ഇൻറ്റു ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഇൻറ്റു എൻ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ബീറ്റ ആൽഫ കിട്ടിയല്ലോ, ബീറ്റ ആൽഫ ഉണ്ടല്ലോ, സിമിട്രി ആണല്ലോ, വെലോസിറ്റി ട്രയാങ്കിൾ സിമിട്രി ആണ്, സിമിട്രിക്കൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആൽഫയും ബീറ്റയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്ത് തീറ്റയും നമ്മൾ ഫൈ എന്ന് പറയുന്നത് അല്ലേ. ആൽഫ ഈക്വൽ ടു ഫൈ ആണ്, ബീറ്റ ഈക്വൽ ടു തീറ്റയാണ്. ക്ലിയർ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു വർക്ക് ഫാക്ടർ 1 എന്ന് അസ്യൂം ചെയ്തു. വർക്ക് ഫാക്ടർ 1 എന്ന് അസ്യൂം ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? സി പി ഇൻറ്റു T8 മൈനസ് T1 ഈക്വൽ ടു യു ഇൻറ്റു വി എഫ് ഇൻറ്റു ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഇൻറ്റു എൻ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അല്ലേ? വർക്ക് ഫാക്ടർ ആകുമ്പോൾ ഇത് ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുപോയി. സോ എനിക്കിങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് അൺനോൺ ആയിട്ടുള്ള ഏതാന്ന് നോക്കുക. സി പി ഇൻറ്റു T8 മൈനസ് T1 എന്ന് പറഞ്ഞാൽ എന്താണ്? സി പി ഇൻറ്റു T8 ഇതാണ് അല്ലേ. സി പി ഇൻറ്റു T8 മൈനസ് T1 എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻപുട്ട് പെർ കെ ജി ഓഫ് എയർ അല്ലേ. അതാണ് ഈ വാല്യൂ 174 പോയിന്റ് സംതിങ് ആ കിട്ടിയ വാല്യൂ. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എനിക്ക് നോൺ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ യുവിൻ്റെ വാല്യൂ എനിക്കറിയാം, വി എഫിൻ്റെ വാല്യൂ എനിക്കറിയാം, എന്നും അറിയാം. ഇവിടെ അൺനോൺ ആയിട്ടുള്ള ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ആണ്. അപ്പോൾ ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഈക്വൽ ടു എന്താണ്? ഇത് സോൾവ് ചെയ്യുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് വർക്ക് ഇൻപുട്ട് അല്ലേ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ ഈ വർക്ക് ഇൻപുട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചതിൽ ഞാൻ കിലോ ജൂൾ എന്നാണ് എഴുതിയത്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ എഴുതിയ വാല്യൂവിന് എന്താ 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ജൂൾ പെർ കെ ജിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 90 ഇൻറ്റു 8. അത് ചെയ്യുമ്പോൾ എനിക്ക് ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടി? 1.3465 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ക്ലിയർ. നമുക്കറിയാം ബീറ്റ ഈക്വൽ ടു തീറ്റ ആണ്, ആൽഫ ഈക്വൽ ടു ഫൈ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ടാൻ തീറ്റ മൈനസ് ടാൻ ഫൈ ഈക്വൽ ടു 1.3465 എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? അല്ലേ? ബീറ്റയ്ക്ക് തീറ്റയും ആൽഫയ്ക്ക് ഫൈയും കൊടുക്കുമ്പോൾ ടാൻ തീറ്റ മൈനസ് ടാൻ ഫൈ ഈക്വൽ ടു 1.3465 തന്നെയാണ്. ഇത് നമുക്ക് തീറ്റയും ഫൈയും കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോണത്, നമ്മൾ ഇതേപോലെ തീറ്റയും ഫൈയും റിലേറ്റ് ചെയ്തിട്ടുള്ള വല്ല റിലേഷൻ ഉണ്ടാകുന്ന നോക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ കൂടി ഫോം ചെയ്യാനിട്ട് ആ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഗിവൺ ഡാറ്റ നോക്കുമ്പോൾ ഗിവൺ ഡാറ്റയിൽ നമുക്ക് ഡിഗ്രി ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഡിഗ്രി ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ നമുക്കൊരു റിലേഷൻ അറിയാം. വി നോ ദാറ്റ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഈക്വൽ ടു എന്താണ്? വി എഫ് ബൈ 2u ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ എന്ന് പറഞ്ഞ വാല്യൂ നമുക്കറിയാം. ക്ലിയർ അല്ലേ? ഇല്ല, ഡിഗ്രി ഓഫ് റിയാക്ഷൻ ആർ തന്നിട്ടുണ്ട്, വി എഫ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, യു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അൺനോൺ ആയിട്ടുള്ള എന്താണ്? ടാൻ തീറ്റയും ടാൻ ഫൈ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യാണ്. അപ്പോൾ ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഈക്വൽ ടു ഈ വാല്യൂ ഈ വി എഫ് ബൈ 2u ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി അതിട്ടു സോൾവ് ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഈക്വൽ ടു എന്താണ്? 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താ കിട്ടിയത്? ടാൻ തീറ്റ മൈനസ് ടാൻ ഫൈ ഈക്വൽ ടു 1.3465 എന്നാണ്. ഇക്വേഷൻ നമ്പർ 2 എന്താ കിട്ടിയത്? ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇപ്പോൾ ഇക്വേഷൻ 1 2 ആയി. ഈ ഇക്വേഷൻ 1 2 ഞാൻ സോൾവ് ചെയ്യാണ്. സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? തീറ്റയുടെയും ഫൈയുടെയും വാല്യൂ കിട്ടും. ആ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 59.13 ഡിഗ്രിയാണ്. ഫൈയുടെ വാല്യൂ എത്രയാണ്? 18.1 ഡിഗ്രിയാണ്. ക്ലിയർ? ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. നിങ്ങളിത് സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക, സോൾവ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നോട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയും, അപ്പോൾ നിങ്ങൾ ചെയ്യുക. ഞാൻ ഈ ക്ലാസ് എടുത്ത കാര്യങ്ങൾ പ്രോബ്ലംസ് എല്ലാം മസ്റ്റായിട്ട് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ.